ഹായ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചിട്ട്. നമുക്ക് 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഇത്തിരി ടഫുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. കുറേ സിമ്പിൾ മെത്തേഡുകളുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് ഒരു പേനയോ പേപ്പറോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് മറക്കരുത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത്, നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ഒരു പേനയോ പേപ്പറോ ഒന്നും തന്നെ വേണ്ട. നമുക്ക് ആകെ വേണ്ടത് നമ്മുടെ 10 വിരലുകൾ മാത്രമാണ് കേട്ടോ. ഓക്കെ, ക്ലിയറായി എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവാണ്. അതും 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. നോക്കിയേ, നമ്മുടെ കയ്യിൽ 10 വിരലുകളുണ്ട്. നമുക്ക് 9ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ 1 × 9 എന്ന് പറയുമ്പോൾ അറിയാം, സ്വാഭാവികമായിട്ടും 9 ആണെന്നറിയാം. എങ്കിലും ഞാനിതിൽ കാണിച്ചു തരാണ്. നമ്മുടെ ആദ്യത്തെ വിരൽ, ഒന്നാമത്തെ വിരൽ മടക്കി. ബാക്കി നമുക്ക് എത്ര വിരലുണ്ട്? 9 വിരലുകളുണ്ട്. അപ്പോൾ 1 × 9 9 വന്നു. ഇനി 2 × 9 എന്ന് പറയുമ്പോൾ നമ്മൾ 2 വിരൽ മടക്കരുത്. അതിന് പകരം രണ്ടാമത്തെ വിരൽ മാത്രം മടക്കുക. രണ്ടാമത്തെ വിരൽ മടക്കുമ്പോൾ നോക്കിയേ, ആദ്യത്തെ വിരലിൽ ഇപ്പുറത്തുള്ളത് ഒരു വിരൽ, അപ്പോൾ 1 ബാക്കി നമുക്ക് എത്ര വിരലുകളുണ്ട്? ബാക്കി ഇവിടെ 8 വിരൽ. അപ്പോൾ 2 × 9 എത്ര നമുക്ക് വരുന്നത്? 18 വരുന്നത്. അപ്പോൾ 1 8 18. ഓക്കെ, ക്ലിയറായി എന്ന് കരുതുന്നു. അടുത്തത് 3 × 9 പറയുമ്പോൾ മൂന്നാമത്തെ വിരൽ മടക്കുക. നമ്മുടെ 3 × 9 എത്രയാണ് നമുക്ക്? ഇതേനാ, ഇപ്പുറത്ത് 2 വിരൽ, അപ്പോൾ 2 ബാക്കി എത്രയാണ് നമുക്ക്? 7. അപ്പോൾ നമുക്ക് 3 × 9 വരുന്നത് 27 വരുന്നത്. ഓക്കെ, അതുപോലെ 4 × 9 പറഞ്ഞാൽ നാലാമത്തെ വിരൽ മടക്കുക. ഇവിടെ ഫസ്റ്റ് വരുന്നത് 3 വിരലും പിന്നെ വരുന്നത് നമുക്ക് 6 വിരലും. അപ്പോൾ 36 എന്നാണ് അതിൻ്റെ ഉത്തരം വരിക. ഓക്കെ, 5 × 9 എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ വിരൽ മാത്രം മടക്കുക. ഓക്കെ, ബാക്കി 4 വിരൽ ഇപ്പുറത്തും ബാക്കി ഇവിടെ 5, അപ്പോൾ 45. ക്ലിയറായി എന്ന് കരുതുന്നു. 6 × 9 എന്ന് പറയുമ്പോൾ ആറാമത്തെ വിരൽ മടക്കി. ഇവിടെ 5 ഇവിടെ 4, അപ്പോൾ 54. ഓക്കെ, അതുപോലെ 7 × 9 എന്ന് പറയുമ്പോൾ ഏഴാമത്തെ വിരൽ മടക്കി. അപ്പോൾ ഇവിടെ 6 വിരലും ബാക്കി 3, അപ്പോൾ 63. 8 × 9 എന്ന് പറയുമ്പോൾ ഇവിടെ 7 വിരലും ഇവിടെ 2 വിരലും, 72. 9 × 9 എന്ന് പറയുമ്പോൾ ഇവിടെ 8 വിരലും ഇവിടെ 1 വിരലും, അപ്പോൾ 81 വരും. 10 × 9 എന്ന് പറയുമ്പോൾ 10ാമത്തെ വിരൽ മടക്കി നമ്മൾ. ഇവിടെ നമുക്ക് 9 വിരലുണ്ട്, പ്ലസ് ഇവിടെ ഒന്നുമില്ല, 0 ഒന്നുമില്ലതിന് നമ്മൾ 0 എന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അവിടെ 0 ഇടുമ്പോൾ 90. ഓക്കെ, ക്ലിയറായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സിമ്പിളായിട്ടുള്ള ട്രിക്കുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.